ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഒയാക് ടവർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് കാളികാവ്. ഒയാക്, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻടു റിയാലിറ്റി. എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്ത ഭർത്താവ് പ്രഭിനെ റിമാൻഡ് ചെയ്തു. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് ആരോപിച്ചാണ് കുടുംബം പരാതി നൽകിയത്. പ്രഭിനെതിരെ ആരോപണങ്ങളുമായി വിഷ്ണുജയുടെ സുഹൃത്തുക്കളും രംഗത്ത് വന്നിരുന്നു. 2023 മെയ്യിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രഭിനും തമ്മിലുള്ള വിവാഹം നടന്നത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം. സ്ത്രീധനം നൽകിയത് കുറവെന്നും പറഞ്ഞ് പീഡിപ്പിച്ചുവെന്നും ജോലിയില്ലെന്നും പറഞ്ഞും ഉപദ്രവമുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. ഇന്നലെ അറസ്റ്റിലായ പ്രഭിനെതിരെ ആത്മഹത്യാ പ്രേരണം, സ്ത്രീ പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. വിഷ്ണുജിയുടെ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രഭിന്റെ കുടുംബത്തെ പ്രതി ചേർക്കണോ എന്ന് തെളിവുകൾ പരിശോധിച്ച ശേഷം തീരുമാനിക്കും. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.